എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിമ്പിൾ തോട്ടുമായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചു വരുന്ന ടൈമിലെ ക്ലാസ്സിൽ ഭയങ്കര ടോപ്പറായിരുന്നവര്, അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുത്തിരുന്നവര്, അങ്ങനെ ടോട്ടലി ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര ഗുഡ് ഇമേജുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അവരൊക്കെ പിന്നീട് പലപ്പോഴായിട്ട് ലൈഫിൽ പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നിട്ട് സംസാരിക്കേണ്ടതുമായിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഘട്ടം വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്നത്. ആക്ച്വലി നല്ല ഭാര്യയാവാൻ വല്ല കോഴ്സും ചെയ്താലോ എന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സ് വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമുക്കങ്ങനെ ജയിച്ചു പോകുന്നിടത്ത് ഇങ്ങനൊരു തോൽവി നേരിടേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ലൈഫിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോവുകയാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാത തെരഞ്ഞെടുക്കുന്നത്. അതുവരെ ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ, അതുവരെ ഇല്ലാത്ത നിബന്ധനകൾ, നിർബന്ധങ്ങൾ എല്ലാതും പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കുറച്ചു കാലം അതങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും യൂസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓക്കെയാണ്. കാരണം നമ്മൾ അതുമായിട്ടും പൊരുത്തപ്പെടും. നമ്മൾ എല്ലാ ജീവിതങ്ങളുമായിട്ടും പൊരുത്തപ്പെടുന്നവർ തന്നെയാണ്. പക്ഷേ ആ പൊരുത്തപ്പെടേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിന് നമുക്കൊരു ഗ്യാപ്പ് കൃത്യമായി കിട്ടാത്തവരോ, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു സപ്പോർട്ട് കിട്ടാത്തവരോ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് കൊണ്ട് നമുക്ക് ശരിയാവാൻ പറ്റില്ല എന്നുള്ള പെട്ടെന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതുവരെ തോൽവി നേരിടാത്ത പലർക്കും ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവികളായി പോയി എന്നുള്ള തോന്നലിൽ നിന്നൊക്കെയാണ് ഈ ഒരു ലൈഫ് വലിയ പരാജയമായിട്ട് മാറുന്നത്. എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു നല്ല അമ്മയാവാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് മക്കളുടെ കാര്യത്തിലെല്ലാം ഫുള്ളായിട്ട് ഓക്കെ ആയി നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫാമിലിയിൽ നല്ലൊരാളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ പെർഫെക്ഷൻ ആണ് ഇവിടുത്തെ എല്ലാം പ്രശ്നം എന്ന് തോന്നുന്നു. അതുവരെ നമ്മൾ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, ബാക്കി കോമ്പറ്റീഷൻസ് ആണെങ്കിലും ശരി, എല്ലാ കാര്യവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ റിലേഷൻഷിപ്പിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാവാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യന്മാരും ഭൂമിയിൽ പെർഫെക്റ്റ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമ്മുടെ വിജയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. എന്ന് വെച്ചിട്ട് ഒരു ഉത്തരവാദിത്തങ്ങളും ചെയ്യണ്ട, അല്ലെങ്കിൽ അതിന് നിന്നു കൊടുക്കണ്ട എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഏറ്റവും ഭംഗിയായി കൂടൂ എന്നൊക്കെയല്ല നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പ്രശ്നമായിട്ട് മാറുന്നത്. നമുക്ക് ശ്രമിക്കാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തീർക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയൊക്കെ സന്തോഷത്തോടെ നിലകൊള്ളാന്, നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താൻ എല്ലാം വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷെ അതെല്ലാം പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് തെറ്റുപറ്റാം. നമ്മൾ ആദ്യമായിട്ട് ഭാര്യയാവുന്നതാണ്, നമ്മൾ ആദ്യമായിട്ട് അമ്മയാവുന്നതാണ്, നമ്മൾ ആദ്യമായിട്ടാണ് മറ്റ് ജോലിയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തെറ്റുപറ്റാം. തെറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ കരകയറാൻ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണല്ലോ നമ്മുടെ വിജയം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വിജയിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.